കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ ഇന്നത്തെ അങ്ങനെ യാത്ര ആകുലപ്പെടുന്ന മക്കൾ, വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ, സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും വെള്ളപ്പൊക്കത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ, അവരെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉന്നതരാക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം, അവരുടെ കൂടെയുള്ള സാന്നിധ്യം അവരറിയുമെന്നുള്ള ബോധ്യത്താൽ അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രകൾ, ഇന്നത്തെ സംസാരങ്ങൾ, ആരുമായി സംസാരിക്കുന്നുവോ, ഇന്നത്തെ എഴുത്തുകുത്തുകളും ഫോൺ വിളികളും, അതിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ, എടുക്കുന്ന തീരുമാനങ്ങളും, പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളും കർത്താവിന് നാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ വേഗലപ്പെടുന്ന മാതാപിതാക്കന്മാരെ ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥാവര ജംഗ വസ്തുക്കളുടെ കൈമാറ്റങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സാമ്പത്തിക ദുസ്ഥിതികളിൽ നിന്ന് കരകയറാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ വല്ല വാഴ്ചകളുണ്ടെങ്കിൽ അതിനെ പഴുതടച്ച് പരിഹരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കൃപ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹിതരാകാൻ പോകുന്നവർക്കും മനസ്സമ്മതം ഒത്തു വന്നിട്ട് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഡെലിവറി നടക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്കുണ്ടാകുന്ന കുടുംബത്തിൻ്റെ എന്തെങ്കിലും വൈഷമ്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവും ഭാര്യയുമായിട്ട് അകന്നിരിക്കുന്നവർ ഐക്യപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഐക്യപ്പെട്ട് കിട്ടുന്നതിന് 17 ദിവസം കർത്താവിൻ്റെ നാമത്തെ കൽപ്പിച്ചു നൽകുന്നു. യേശുവിൻ്റെ ചൈതന്യം ആവശ്യിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ നല്ല ദിവസത്തിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. നീ ദൈവത്തെ അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെടാൻ ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ.